വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ബംഗാൾ വിഭജിച്ചതിനെ കുറിച്ചും അതുപോലെ തന്നെ എന്താ പറയാ സ്വദേശി പ്രസ്ഥാനം രൂപീകൃതമായതിനെ കുറിച്ചും സ്പോർട്ട് സ്പ്ലിറ്റ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ പഠിച്ചു അല്ലേ? മിതവാദികളെന്നും തീവ്രവാദികളെന്നും കോൺഗ്രസിലുള്ള ആൾക്കാര് രണ്ടായി പിരിഞ്ഞു എന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ ബംഗാൾ വിഭജനത്തെ കുറിച്ചൊക്കെ കഴ്സൺ പ്രഭുവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബംഗാൾ വിഭജനം നടന്നു എന്ന് പറഞ്ഞു അല്ലെ? അത് റദ്ദാക്കിയത് ആരാ, അങ്ങനെ ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ അത്തരം മേഖലകളിലേക്കാണ് നമ്മൾ ഇന്ന് പോണേ കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബംഗാൾ വിഭജനത്തെ കുറിച്ചാണ്. അപ്പൊ ബംഗാൾ വിഭജനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ബംഗാൾ വിഭജിച്ചത് എന്നാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബംഗാൾ വിഭജിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് 1905 ജൂലൈ മാസം 20-ാം തീയതിയാണ്. 1905 ജൂലൈ മാസം 20-ാം തീയതി കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും ബംഗാളിനെ രണ്ടായി തിരിക്കാൻ പോവുകയാണെന്ന് പറയാണ്. പക്ഷേ ഇത് നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. എന്നാ നിലവിൽ വന്നേ ഒക്ടോബർ 16-നാണ് ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കൂ, ബംഗാൾ വിഭജിക്കാൻ പോകുകയാണ്. അതായത് കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും ബംഗാളിനെ രണ്ടായി വിഭജിക്കുകയാണെന്ന് 1905 ജൂലൈ മാസം 20-ാം തീയതി കഴ്സൺ പ്രഭു പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പ്രഖ്യാപിച്ചു എങ്കിലും 1905 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ് ബംഗാൾ വിഭജിച്ചത്. ഈ ഒക്ടോബർ 16 എന്ന് പറയുന്ന ദിവസത്തെ നമ്മൾ ദേശീയ വിലാപ ദിനം എന്താ പറയണേ? ഒക്ടോബർ 16-ന് എന്തായിട്ടാണ് ആചരിച്ചത്? ദേശീയ വിലാപ ദിനം. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ദേശീയ വിലാപ ദിനമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 16 എന്ന് ഓർക്കുക. ഇനി ഒക്ടോബർ 16-ന് വേറൊരു പ്രത്യേകതയുണ്ട്. രക്ഷാബന്ധൻ ദിനം കൂടിയാണ്. എന്താണ്? രക്ഷാബന്ധൻ ദിനം. അപ്പൊ ദേശീയ വിലാപ ദിനവും രക്ഷാബന്ധൻ ദിനവും ഒക്ടോബർ 16-ആണ്. രക്ഷാബന്ധൻ ദിനമായിട്ട് ഒക്ടോബർ 16-നെ ആചരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ വിലാപ ദിനം കൂടിയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ബംഗാളിനെ നമ്മൾ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായി തിരിക്കാൻ പോവാണ്. എന്താ വെച്ചാൽ കിഴക്കൻ ബംഗാളിൽ ധാരാളം മുസ്ലിം ഏരിയ ആണ്. പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ്. അപ്പോ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ എന്ത് നയമാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന നയമാണ് അവരിവിടെ ഫോളോ ചെയ്തതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ അവരെന്തുണ്ടാക്കുക? ഒരു വർഗീയത ഉണ്ടാക്കിയിട്ട് ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും രണ്ടായി തിരിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി അടുത്തത്, ഇത് ബംഗാൾ വിഭജിക്കുക എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു വൈസ്രോയ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മിന്റോ രണ്ടാമനാണ് കേട്ടോ. അപ്പൊ മിന്റോ രണ്ടാമന്റെ കാലത്താണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. എന്നാൽ ബംഗാൾ എന്താ പറയാ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്താ പറയണ്ടേ, നമ്മുടെ ഈ ബംഗാൾ വിഭജിക്കാൻ എന്താ കാരണം? ഒരു കാരണം നമ്മൾ പറഞ്ഞു, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള നയം. അടുത്ത വേറൊരു കാര്യമുണ്ട്. ഈ ബംഗാൾ ഉണ്ടല്ലോ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി. എന്തുമാത്രം പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒട്ടുമുക്കാൽ ഭാഗം പ്രസ്ഥാനങ്ങളുടെയും ആസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഒക്കെ എവിടെയുള്ളത്? ബംഗാളിലുള്ളത്. അപ്പൊ ബംഗാളിനെ അങ്ങോട്ട് നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഈ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇല്ലാതാവുകയും ഇന്ത്യ ആരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന ബ്രിട്ടീഷുകാർ വിചാരിക്കുകയാണ്. ആ ഒരു ഇതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇവര് എന്ത് ചെയ്തത്? ഇങ്ങനെ വിഭജിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചപ്പോ കഴ്സൺ പ്രഭു, ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോ ആരാണ്? മിന്റോ രണ്ടാമനാണ്. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് ബ്രോഡ്രിക് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ബംഗാൾ വിഭജന സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പേരാ പറയുന്നത് ലോർഡ് ബ്രോഡ്രിക് എന്ന് പറയുന്ന ആള്. ബ്രോ ആണ് കേട്ടോ. ബ്രോഡ്രി ആണ്. ബ്രോഡ്രിക് എന്ന് പറയുന്ന ആളാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്.
ഇനി ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരാ? നമ്മൾ പഠിച്ചില്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഈ ബംഗാൾ വിഭജനത്തിനെതിരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉയർന്നു വന്നു. ആ മുദ്രാവാക്യത്തിന്റെ പേര് വന്ദേ മാതരം എന്നാണ്. എന്താണ്? വന്ദേ മാതരം. അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ പേര് എന്താണ്? വന്ദേ മാതരം എന്നാണ്. എന്താണ്? വന്ദേ മാതരം എന്നാണ്. ഇനി ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു, കഴ്സൺ നിലവിൽ വന്നു മിന്റോ പ്രഭുവിന്റെ കാലത്ത്. എന്നാൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റദ്ദ് ചെയ്തത് 1911 അത് ഹേർഡിഞ്ച് രണ്ടാമനാണ് എന്നും ഓർത്തു വയ്ക്കുക. അപ്പൊ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ആളാരാണ്? ഹേർഡിഞ്ച് രണ്ടാമനാണ്. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആണെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു എന്നും ഓർത്തു വയ്ക്കുക. BN ദർ എന്ന് പറയുന്ന ആളായിരുന്നു. ആരാണ്? BN ദർ. അപ്പൊ ഇത്രയും ഒന്ന് നമുക്ക് പഠിച്ചിട്ട് പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോയാലോ? നോക്കൂ, ബംഗാൾ വിഭജനം 1905 ജൂലൈ മാസം 20 കഴ്സൺ പ്രഭു പ്രഖ്യാപിക്കുകയാണ്. ബംഗാളിനെ ഞങ്ങൾ അതായത് ബ്രിട്ടീഷുകാര് കിഴക്കൻ ബംഗാൾ എന്നും അതുപോലെ പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായി വിഭജിക്കാൻ പോവാന്ന് പറഞ്ഞു. കിഴക്കൻ ബംഗാളിലെ കൂടുതൽ മുസ്ലിംസ് ഉള്ള ഭാഗവും പടിഞ്ഞാറൻ ബംഗാളിലെ കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശവുമായിരുന്നു. എന്നാൽ പ്രഖ്യാപിച്ചുവെങ്കിലും 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വരണേ. നിലവിൽ വന്ന ആ ദിവസത്തെ ദേശീയ വിലാപ ദിനമായി ആചരിക്കുന്നു. കൂടാതെ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുന്നു. രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ നിർദ്ദേശിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗാൾ വിഭജിക്കുക എന്ന് പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭു ആണെങ്കിൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് മിന്റോ രണ്ടാമന്റെ കാലത്താണ്. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് ബ്രോഡ്രിക് ആണ്. INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 ഒക്ടോബർ 16 വിഭജിച്ച ബംഗാൾ വിഭജനത്തെ റദ്ദ് ചെയ്തത് 1911 ഹേർഡിഞ്ച് രണ്ടാമൻ എന്ന് പറയുന്ന പ്രഭുവാണ്. അങ്ങനെ ബംഗാൾ വിഭജനം നിലവിൽ റദ്ദ് ചെയ്തപ്പോ അന്നുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് BN ദർ ആയിരുന്നു. ബംഗാൾ വിഭജനത്തെ കുറിച്ച് എന്താണ് ബംഗാൾ വിഭജനത്തിന്റെ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം? ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന നയം ഫോളോ ചെയ്തതാണ് അവര്, അല്ലെ? വർഗീയത ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അപ്പൊ ബംഗാളിനെ തന്നെ വിഭജിക്കാൻ കാരണം ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറിയാണ്. പിന്നെ രണ്ട് കാറ്റഗറിയിലുള്ള ഹിന്ദു മുസ്ലിം വിഭാഗത്തെ വേർതിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വർഗീയത കൊണ്ടുവന്ന് അവർക്ക് രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിച്ചു. ബംഗാൾ വിഭജന സമയത്ത് ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? വന്ദേ മാതരാണ്. ഈ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം ഉണ്ട് കേട്ടോ. അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് അത് തന്നെയാണ്. സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചാണ് പഠിക്കണേ. ആ സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന് പറയുന്ന ഗാനം രചിക്കുകയുണ്ടായി. ഏത് ഗാനാണ്? അമർ സോന ബംഗ്ല എന്ന് പറയുന്ന ഗാനം. ആ അമർ സോന ബംഗ്ല എന്ന് പറയുന്ന ഗാനം രചിച്ചത് ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പൊ ബംഗാൾ വിഭജനത്തെ തുടർന്നുള്ള സ്വദേശി പ്രസ്ഥാന കാലത്ത്, ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണെന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി ബംഗാൾ വിഭജനത്തെ കുറിച്ച് പല ആൾക്കാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗോപാലകൃഷ്ണ ഗോഖലെ പറയാണ് ഇതൊരു ക്രൂരമായ തെറ്റാണ്. ക്രൂരമായ തെറ്റാണ് എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജനത്തെ ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി അടുത്തത് സുരേന്ദ്രനാഥ് ബാനർജി. എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലെ, സുരേന്ദ്രനാഥ് ബാനർജി. ഈ സുരേന്ദ്രനാഥ് ബാനർജി എന്താ ബംഗാൾ വിഭജനത്തെ കുറിച്ച് പറഞ്ഞത്? ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷമാണ് അല്ലെ. അതായത് ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവായിരുന്നു. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള എന്താണെന്ന് പറഞ്ഞ ബോംബ് വർഷമാണ് ഇത്രേ. എന്താ പറഞ്ഞ? ബോംബ് വർഷമാണ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇനി നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം പറയാണ്, ടാഗോർ പറഞ്ഞത് ഞാൻ എഴുതുന്നില്ല, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യമായിട്ടുണ്ട് അത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു, എങ്കിലും നമ്മളുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാനായിട്ട് അവർക്ക് സാധിക്കില്ല. അങ്ങനെ പറഞ്ഞതാരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പോ നമ്മളെ വിഭജിക്കാൻ അവർ തയ്യാറെടുത്തു, പക്ഷെ നമ്മുടെ ഹൃദയത്തെ വിഭജിക്കാൻ ആർക്ക് പറ്റില്ല എന്ന്
അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞത്, ബ്രിട്ടീഷുകാർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ടാഗോറാണ്. ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് ഗോഖലെ പറഞ്ഞു. ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷമാണെന്ന് സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞു. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായില്ലേ മക്കളെ? ക്ലിയർ ആയിട്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് എന്താണ്? സ്വദേശി പ്രസ്ഥാനാണ്. അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ടതാണ് സ്വദേശി പ്രസ്ഥാനം. എന്താ സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? സ്വദേശി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ആൾക്കാർ പറയാണ്, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുകയാണ്, നമുക്ക് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ, നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റുകൾ, നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ പോരെ, എന്തിനാ വിദേശത്തുള്ളത് കൂടുതൽ ഉപയോഗിക്കണേ? അപ്പൊ ഉപയോഗിക്കുമ്പോഴല്ലേ അവരുടെ കീഴിലാണ് നമ്മൾ, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലായി പോയി എന്നുള്ളൊരു വിചാരം അവർക്ക് ഉണ്ടാവണത്. അങ്ങനെ 1905 തന്നെ ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനത്തെയാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനത്തിന് വന്ദേ മാതരം മൂവ്മെന്റ്, വന്ദേ മാതരം മൂവ്മെന്റ് എന്ന മറ്റൊരു പേരും കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. സ്വദേശി പ്രസ്ഥാനത്തിന് അങ്ങനെ വന്ദേ മാതരം മൂവ്മെന്റ് ഉണ്ട്. സ്വദേശി പ്രസ്ഥാനം 1905 എന്ന് നമ്മൾ പറയും. പക്ഷേ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ, ഔദ്യോഗിക പ്രഖ്യാപനം എന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 തന്നെയാണ്. ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ്. അപ്പൊ നമ്മൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ പോകുകയാണെന്ന് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തിയത് 1905 ഓഗസ്റ്റ് 7-നാണ് എന്നും കൂടി ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണ്, പ്രമുഖ സംഘടനകൾ ഏതൊക്കെയാണ്, അത് പ്രചരിപ്പിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട സംഘടനകളാണ്. ഒന്ന് സ്വദേശി സംഘം. ഒരു സംഘത്തിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ സംഘടനയുടെ പേര് എന്ത് തന്നെയാണ്? സ്വദേശി സംഘം തന്നെയാണ്. അടുത്തത് എന്താണ്? വന്ദേ മാതരം സമ്പ്രദായം. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വന്ദേ മാതരം മൂവ്മെന്റ് എന്ന്. ഇവിടെ എന്താ പറയണേ? വന്ദേ മാതരം സമ്പ്രദായം. അപ്പൊ ഈ രണ്ട് സംഘടനകളാണ് സ്വദേശി പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച സംഘടനകൾ എന്ന് പറയാം. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ്? ഈ ആശയങ്ങള് പ്രചരിപ്പിക്കണമെങ്കിൽ നേതാക്കൾ വേണ്ടേ? ആരൊക്കെയായിരുന്നു നേതാക്കള്? അരവിന്ദ ഘോഷ് ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നേ? അരവിന്ദ ഘോഷ് ഉണ്ടായിരുന്നു. അടുത്ത ആൾ ആരായിരുന്നു? PC റോയ് ഉണ്ടായിരുന്നു. ആരാണ്? PC റോയ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ഉണ്ടായിരുന്നു. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ഉണ്ടായിരുന്നു. അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ, അതുപോലെ തന്നെ PC റോയ്, അരവിന്ദ ഘോഷ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇതിന്റെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളോ. ഇനി സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് 4 ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം എന്താണെന്ന് അറിയാനായിട്ട് അത് പത്രങ്ങളിലേക്ക് ഇതിനെക്കുറിച്ച് വാർത്തകൾ വരണ്ടേ? അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളുടെ പേരാണ് നമ്മൾ പറയുന്നത് വന്ദേ മാതരം. അപ്പൊ വന്ദേ മാതരം മൂവ്മെന്റ്, വന്ദേ മാതരം സമ്പ്രദായം, വന്ദേ മാതരം പത്രം ഒക്കെ ഒരേ പേരാണ് അല്ലെ. അടുത്തതിന്റെ പേരാണ് അമൃത ബസാർ പത്രിക. എന്താണ്? അമൃത ബസാർ പത്രിക, അമൃത ബസാർ പത്രിക. ഇനി അടുത്തതാണ് യുഗാന്തർ. എന്താണ്? യുഗാന്തർ. ഇതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള പത്രങ്ങളാണ് എന്ന് ഓർത്തു വെക്കാം. വന്ദേ മാതരം, അമൃത ബസാർ പത്രിക, യുഗാന്തർ. പിന്നെ ഏതാണ്? പിന്നെ വേറെ വല്ലവരും ഉണ്ടോ? അല്ല വേറെ പത്രം ഉണ്ടോ? ദ സ്റ്റേറ്റ്സ്മാൻ. എന്താണ് പത്രത്തിന്റെ പേര്? ദ സ്റ്റേറ്റ്സ്മാൻ. അപ്പൊ ഇത്രയും പത്രങ്ങളൊക്കെ തന്നെ വന്ദേ മാതരം മൂവ്മെന്റിനെ പ്രചരിപ്പിച്ച പത്രങ്ങളാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ നമ്മള് പ്രചരിപ്പിച്ച സംഘടനകള്, പ്രചരിപ്പിച്ച പത്രങ്ങള് അല്ലെ, പ്രചരിപ്പിച്ച വ്യക്തികള്, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഈ വന്ദേ മാതരം നമ്മളിപ്പോ കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ആശയങ്ങളൊക്കെ നമുക്ക് പറയണമെങ്കിൽ പരമ്പരാഗത രീതിയിൽ നമ്മൾ എന്താ പറയാ, റോട്ടിലൊക്കെ നാടകങ്ങൾ, തെരുവ് നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ വന്ദേ മാതരത്തിന്റെ അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഒരു പരമ്പരാഗത നൃത്തരൂപം കൂടി നമ്മൾ ആരംഭിച്ചു. ആ നാടക നൃത്തരൂപം ഏതാണ്? ജാത്ര എന്നാണ്.
ആൾക്കാരിലേക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എത്താനായിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു നാടക നൃത്ത രൂപമാണ് എന്ത് പറഞ്ഞ ജാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് എന്താണ്? ഒരു വ്യക്തി ഒരു കമ്പനി തന്നെ ആരംഭിച്ചു. കമ്പനിയുടെ പേര് സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്നാണ്. കണ്ടു? അപ്പോ സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ ഒരാൾ ആരംഭിച്ചു. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് VO ചിദംബരം പിള്ള എന്നാണ്. ഇപ്പൊ VO ചിദംബരം പിള്ള എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്തേ? അങ്ങനെയായാലും പറ്റില്ലല്ലോ, അവരുടെ കമ്പനികളുടെ കീഴിൽ മാത്രം ആൾക്കാർ പണിയെടുത്താൽ മതിയോ? നമുക്കും സ്വന്തമായിട്ട് കമ്പനി വേണ്ടേ? അങ്ങനെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിക്കുകയാണ്? VO ചിദംബരം പിള്ള. ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നൊക്കെ പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം ആ കമ്പനി ആരംഭിച്ചത്. ഇനി ഈ കമ്പനിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കമ്പനി ഇദ്ദേഹം തുടങ്ങിയത്. അപ്പോ അതുകൊണ്ട് തന്നെ തമിഴ്നാടല്ലേ? അപ്പൊ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം? VO ചിദംബരം പിള്ളയുടെ പേര് പറയണം. ഇദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. എന്താണ്? കപ്പലോട്ടിയ തമിഴൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് VO ചിദംബരം പിള്ള. അപ്പൊ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുകയാണ് 1906 അല്ലെ? പ്രാദേശികമായിട്ടുള്ള കുറച്ച് കച്ചവടക്കാരിൽ നിന്നൊക്കെ 6 ലക്ഷം രൂപകളും സംഭരിച്ച് ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റോട് കൂടി തൂത്തുക്കുടിയില് VO ചിദംബരം പിള്ള സ്വന്തമായി സ്വദേശി നാവിഗേഷൻ കമ്പനി, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിച്ചു. തമിഴ്നാട്ടിലെ അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന് ഇദ്ദേഹം നേതൃത്വം നൽകി, അല്ലെങ്കിൽ വന്ദേ മാതരം മൂവ്മെന്റിന് നേതൃത്വം നൽകി. കപ്പലോട്ടിയ തമിഴൻ എന്ന അപരനാമത്തിലും ആരറിയപ്പെടുന്നു? നമ്മുടെ ഈ VO ചിദംബരം പിള്ള അറിയപ്പെടുന്നു. അങ്ങനെയാ അപ്പൊ നമ്മൾ എന്തു പറഞ്ഞു? ഒരാൾ ഒരു കമ്പനി, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കുറച്ച് വ്യക്തികൾ, അരവിന്ദ ഘോഷ്, PC റോയ്, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവർ ഇതിന് നേതാക്കളായിട്ട് വന്നു. സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം തുടങ്ങിയ സംഘടനകൾ ഇതിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചു. വന്ദേ മാതരം, ദ സ്റ്റേറ്റ്സ്മാൻ, അമൃത ബസാർ പത്രിക, യുഗാന്തർ തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചു. ഈ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഒരു നാടക നൃത്ത രൂപം തന്നെ നമ്മൾ രൂപീകരിച്ചു. അതിന്റെ പേരാണ് ജാത്ര. കൂടാതെ VO ചിദംബരം പിള്ള എന്ന് പറയുന്ന വ്യക്തി 1906 നമ്മൾക്ക് വേണ്ടി സ്വദേശികൾക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി തൂത്തുക്കുടി ആസ്ഥാനമാക്കി ആരംഭിച്ചു അല്ലെ? അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി അടുത്തത് പറയാണ് വേറെയും ആൾക്കാര്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? വേറെയും ആൾക്കാര് പല കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഓരോന്ന് പഠിക്കണത്. ഇനി ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ആരംഭിച്ച ഒരാള്? ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ, ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ആരംഭിച്ചു. ആരാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചത്? പ്രഫുല്ല ചന്ദ്ര റായ്. ആരാണ്? പ്രഫുല്ല ചന്ദ്ര റായ്. അപ്പൊ പ്രഫുല്ല ചന്ദ്ര റായ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചത് എന്താണ്? ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ആണ്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ എന്താണ്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം അല്ലെ? വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യാണ്? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നതാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പൊ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? കൃഷ്ണകുമാർ മിത്രയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കണം കേട്ടോ. അപ്പൊ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് കൃഷ്ണകുമാർ മിത്രയാണ്. അദ്ദേഹം തന്റെ ആശയം പ്രചരിപ്പിച്ചത് സഞ്ജീവനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ കൂടെയാണ്. അപ്പൊ സഞ്ജീവനി എന്ന പ്രസിദ്ധീകരണത്തിൽ കൂടെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും സ്വദേശ വസ്തുക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് കൃഷ്ണകുമാർ മിത്ര എന്ന് പറയുന്ന ആളാണ്. ഈ സഞ്ജീവനി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകനും ആരെന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നോക്കുക, ഇത് മാത്രല്ല, നമ്മളിപ്പോ വ്യാപാരങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞേ, അതായത് അല്ലെ വസ്തുക്കളെ കുറിച്ച്. പക്ഷെ ഇവിടെ ഇനി കലാരംഗത്തേക്കും കൂടി സ്വദേശി പ്രസ്ഥാനം വ്യാപിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നേരത്തെ നമ്മൾ നാടകത്തെ കുറിച്ച് പറഞ്ഞത് ആൾക്കാരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ
ഇന്ത്യൻ ചിത്രകലാ രംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘടന ആരംഭിക്കുകയാണ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. എന്താണ് ഇന്ത്യൻ സൊസൈറ്റി? അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്നാണ് അതിന്റെ പേര്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇന്ത്യൻ ചിത്രകലാ രംഗത്തെ തന്നെ സ്വദേശവൽക്കരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സംഘടനയാണ്. ആരംഭിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അപ്പോ സ്വദേശി സമരകാലത്ത് ഈ അബനീന്ദ്രനാഥ ടാഗോർ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു എന്താ പറയാ ചിത്രം വരച്ചിട്ടുണ്ട്. അതിന്റെ പേര് ഭാരത് മാത എന്നാണ്. അപ്പൊ സ്വദേശി പ്രസ്ഥാന കാലത്ത് ഭാരത് മാത എന്ന ചിത്രം വരച്ച് പ്രസിദ്ധനായിട്ടുള്ള വ്യക്തി കൂടിയാണ് അബനീന്ദ്രനാഥ ടാഗോർ. ഇനി അടുത്തത് സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറയുന്ന സംഘടന കൊണ്ടുവന്നു. സ്വദേശി ബാന്ധവ് സമിതി ആര് കൊണ്ടുവന്നു? അശ്വനി കുമാർ ദത്ത. ആരാണ്? അശ്വനി കുമാർ ദത്തയാണ് സ്വദേശി ബാന്ധവ് സമിതി കൊണ്ടുവന്നത്. അശ്വനി കുമാർ ദത്ത. ഇനി അടുത്തത് എന്താണ്? സ്വദേശി മണ്ഡല സമിതി. സ്വദേശി മണ്ഡല സമിതി കൊണ്ടുവന്നു. ആരാണ്? CR ദാസ് ആണ്. സ്വദേശി മണ്ഡലി സമിതി, സ്വദേശി മണ്ഡലി സമിതി കൊണ്ടുവന്നു CR ദാസ്. സ്വദേശി വസ്ത്രപ്രചാരിണി സഭ. സ്വദേശി വസ്ത്രപ്രചാരിണി, അതായത് നമ്മുടെ ഇവിടുത്തെ വസ്ത്രം പ്രചരിപ്പിക്കുക. അത് എന്താ പറയാ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഖാദിയൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയത്. അത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് ഓർത്തേ, ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ പ്രഫുല്ല ചന്ദ്ര റോയ് ആരംഭിച്ചു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ആശയം കൃഷ്ണകുമാർ മിത്ര കൊണ്ടുവന്നു. അതിന് അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ പ്രസിദ്ധീകരണമായ സഞ്ജീവനി പ്രസിദ്ധീകരണമായിരുന്നു. ഇനി അടുത്തത് ഇന്ത്യൻ കലാരംഗം, ചിത്രകലാരംഗം അല്ലെ, അതിനെ സ്വദേശീവൽക്കരിക്കാൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്ന് പറയുന്ന സംഘടന അബനീന്ദ്രനാഥ ടാഗോർ കൊണ്ടുവന്നു. അബനീന്ദ്രനാഥ ടാഗോർ ഈ സമയത്ത് വരച്ച ഒരു പ്രശസ്തമായിട്ടുള്ള ചിത്രമാണ് ഭാരത് മാത. സ്വദേശി ബാന്ധവ സമിതി അശ്വിനി കുമാർ ദത്ത കൊണ്ടുവന്നു. സ്വദേശി മണ്ഡലി സമിതി CR ദാസ് കൊണ്ടുവന്നു. സ്വദേശി വസ്ത്ര പ്രചാരിണി സഭ ബാലഗംഗാധര തിലകൻ കൊണ്ടുവന്നു. ഇനി സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി നമുക്ക് പഠിച്ചിട്ട് ക്ലാസ് നിർത്താം. അതായത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പഞ്ചാബ് ഏതാണ്? പഞ്ചാബില് ലാലാ ലജപത് റായ്. പഞ്ചാബിൽ ആരായിരുന്നു? ലാലാ ലജപത് റായ്. ഇനി ഡൽഹിയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് ആര് നേതൃത്വം കൊടുത്തു? സയ്യിദ് ഹൈദർ റാസ. ആരാണ്? സയ്യിദ് ഹൈദർ റാസ അല്ലെങ്കിൽ സയ്യിദ് റാസ എന്ന് ചില ബുക്കുകളിൽ കാണാം. ഇനി അടുത്തത് മദ്രാസിൽ ഞാൻ പറയാണ്ട് തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ പറഞ്ഞു VO ചിദംബരം പിള്ള, അതിന് ഞാൻ എഴുതുന്നില്ല. ഇനി അടുത്തത് ആന്ധ്രാപ്രദേശിലുള്ള ആൾക്കാരെ. ആന്ധ്രാപ്രദേശിൽ ആരാ നേതാവ്? ഹരിസർ വട്ടം റാവു. ആന്ധ്രാപ്രദേശിലെ നേതാവ് ആരാണ്? ഹരിസർ വട്ടം റാവു. അടുത്തത് മഹാരാഷ്ട്രയിൽ ആര് നേതൃത്വം നൽകി? മഹാരാഷ്ട്രയിലെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബാലഗംഗാധര തിലകായിരുന്നു. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന് മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകും, ആന്ധ്രാപ്രദേശിൽ ഹരിസർ വട്ടം റാവുവും, ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസയും, പഞ്ചാബിൽ ലാലാ ലജപത് റോയുമാണ് നേതൃത്വം നൽകിയത് എന്ന് ഓർത്തുവയ്ക്കാം. ഇത്രയാണ് സ്വദേശി പ്രസ്ഥാനം. ഇനി അടുത്തത് നമ്മൾ പഠിച്ച കാര്യമാണ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോ സൂററ്റ് വിഭജനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. സൂററ്റ് വിഭജന സമയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കുകയാണ്. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണെന്നും ആ സൂററ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആ സമയത്ത് റാഷ് ബിഹാരി ഘോഷ് അല്ലെ, ആ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ്? റാഷ് ബിഹാരി ഘോഷ് അല്ലെ, റാഷ് ബിഹാരി ഘോഷ്.
ഇദ്ദേഹമായിരുന്നു പ്രസിഡന്റ് എന്നും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേറൊരു കാര്യം കൂടി പഠിച്ചു. അതായത് കോൺഗ്രസിലുള്ള വ്യക്തികൾ തമ്മില്, കോൺഗ്രസ്സുകാർ അതിലത്തെ മെമ്പേഴ്സിന് തമ്മില് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും കോൺഗ്രസ്സുകാര് രണ്ടായി തിരികുകയും ചെയ്തു. എങ്ങനെ? മിതവാദി എന്നും തീവ്രവാദി എന്നും, മിതവാദികളുടെ സംഘമെന്നും തീവ്രവാദികളുടെ സംഘമെന്നും രണ്ടായി കോൺഗ്രസ്സുകാർ തിരിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ രണ്ടായി തിരിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പേരിട്ടത്. എന്താണ് സൂററ്റ് സ്പ്ലിറ്റ്? അപ്പൊ എപ്പോഴാണ് നടന്നതെന്ന് ക്ലിയർ ആയില്ലേ? 1907 സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായിട്ടുള്ള സമരത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരം സ്വരാജാണ്. ഏത് സമരാണ്? സ്വരാജ് സമരം. ഈ സമരം കാരണമാണ് ഇവർ പിരിയാൻ കാരണം. അപ്പൊ നമ്മള് മിതവാദികളും തീവ്രവാദികളുമായിട്ട് തിരിഞ്ഞു. നമുക്കറിയേണ്ടത് മിതവാദികൾ ആരൊക്കെ, തീവ്രവാദികൾ ആരൊക്കെ എന്നുള്ളതാണ്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി. അപ്പോ ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി തുടങ്ങിയവർ മിതവാദികളുടെ നേതാക്കളായും തീവ്രവാദികളുടെ നേതാക്കളായിട്ട് ആരായിരുന്നു എന്നാ നമ്മൾ ചുരുക്കി പറയാ? ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് എന്ന് പറയും. ആരാണ് ഈ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട്? ലാൽ ആരാണ്? ലാൽ എന്ന് പറഞ്ഞ ആരാ? ലാലാ ലജപത് റായ്. ഇനി അടുത്തത് ലാൽ ബാൽ പാൽ അല്ലെ. ബാൽ ആരാണ്? ബാലഗംഗാധര തിലകൻ. പാൽ ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ തീവ്രവാദികളുടെ ആൾക്കാരെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ നേതാക്കളെ, കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ തീവ്രവാദികളെ നമ്മൾ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് എന്ന് വിളിക്കുന്നു. ലാൽ ബാൽ പാലില് ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ എന്നിവരും. ഇനി മിതവാദികളുടെ കൂട്ടുകെട്ടില് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി തുടങ്ങിയവരുമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇത്രയും കാര്യം ഇന്ന് നമുക്ക് പഠിക്കാം. നാളെ നമുക്ക് എന്ത് പഠിക്കാം? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സമരം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു പോവാട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.